ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഇന്നൊരു വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ല ഭംഗിയുണ്ടല്ലോ ഞങ്ങളുടെ റോഡ് കാണാൻ. ഇച്ചൊരു തവണ ഇവിടെ വീണ് കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞ് 1 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് നടന്നായിരുന്നു. അതാണ് അവൾ ആ കാട്ടിത്തരുന്നത്. ഈ ചെടിയുടെ കാവച്ച് നെറ്റിക്ക് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടോ നിങ്ങള്? നല്ല സൗണ്ടാ. ഞങ്ങൾക്ക് ഇത് കിട്ടിക്കാൻ ഇത് തന്നെ പണി എപ്പോഴും. ഇച്ചുവിച്ചുവിന്റെ കൂട്ടുകാരിനെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വന്നു. നമുക്ക് നടക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ നട്ടുവെച്ച ചെടിയുടെ പൂവൊക്കെ പോയി പറിച്ചിട്ട് വരുന്നുണ്ട്. ഈ ചെടിയെ ഞങ്ങളവിടെ പറയുന്നത് പൂച്ചവാലൽ എന്നാണ് കേട്ടോ. എല്ലായിടത്തും ഇത് തന്നെയാണോന്ന് അറിയില്ല. പൂച്ചയുടെ വാല് പോലെ ഇരിക്കണോണ്ടായിരിക്കും ഇതിന് ആ പേര് വന്നേക്കുന്നത്. ഈ കാവച്ച് ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട്. മുത്തു പോലെ ഇരിക്കും, ശരിക്കും നല്ല ഭംഗിയാ. വെള്ളിലത്താളി തലമുടിക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെന്തായാലും കുറെ താളിയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളെ പാടം. ഇവിടെ ഞങ്ങൾ മിക്കപ്പോഴും വരാറുണ്ട്. മീൻ പിടിക്കാനും വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ നല്ല രസമാണ് ഇവിടെ. വെള്ളം കണ്ടാ പിന്നെ ഞാൻ പിള്ളേരെ കാട്ടി അപ്പുറമാണ്. മീൻ പിടിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കൊരു മീനെ കിട്ടി. മീനെ കുറച്ചേരം കളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോ അവർക്ക് മതിയായി. അതിനെ നമുക്ക് റിലീസ് ചെയ്യാന്നും പറഞ്ഞ് എന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. മഴ പെയ്തതിനപ്പോ ഇവിടെ പാടത്ത് മുഴുവൻ വെള്ളം കീറിയേക്കണോണ്ട് പശുക്കളെ ഒന്നും മേയ്ക്കാനൊന്നും വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുല്ലറക്കാൻ വേണ്ടി ചേട്ടന്മാരിങ്ങനെ പോവുകയാണ്.
കുളപ്പൂ കാണാൻ എന്ത് ഭംഗിയാലേ. അത് പറിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതിന്റെ ഭംഗി ഒന്നും കൂടി മനസ്സിലാവുന്നത്. ഇതുങ്ങൾക്ക് എത്ര പൂ കിട്ടിയിട്ടും മതിയാവുന്നില്ല. റോട്ടിൽ കാണാൻ എല്ലാ പൂവും പറിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരം ഇച്ചുവിന്റെ ഫ്രണ്ട്സിനെ കണ്ടു വഴിയിൽ വെച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുവരെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.